നമസ്കാരം. ഗൾഫ് വാർത്തകൾ. കഴിഞ്ഞ ദിവസം ദുബായ് കരാമയിൽ വെച്ച് കൊല്ലപ്പെട്ട തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഡിൽഡയുടെ മൃതദേഹം ഇന്ന് രാത്രി 10:20 ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന എയർ അറേബ്യയുടെ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. 176 കിലോഗ്രാം കഞ്ചാവ് കടൽ വഴി കുവൈറ്റിലേക്ക് കടത്തിയതിന് 5 ഇറാനികൾക്ക് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചു. ആരോഗ്യ സുരക്ഷാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച സ്വകാര്യ ആരോഗ്യ കേന്ദ്രത്തിനെതിരെ നടപടി സ്വീകരിച്ച് ഖത്തർ. പൊതുജനാരോഗ്യ മന്ത്രാലയം. ആരോഗ്യ സംരക്ഷണ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. കുവൈറ്റിലെ സബാഹ് അൽ നാസർ ഏരിയയിലെ സ്പോൺസറുടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ഒരു ഗാർഹിക തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ഹജ്ജ് സീസൺ ഒരുക്കത്തിന്റെ ഭാഗമായി കിസ്വയുടെ താഴത്തെ ഭാഗം 3 മീറ്റർ ഉയർത്തിക്കെട്ടി ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമാണിത്. കുവൈറ്റിലേക്ക് വിദേശമദ്യം കടത്താൻ ശ്രമിച്ച കള്ളക്കടത്ത് സംഘത്തെ പിടികൂടിയതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 3 ഏഷ്യൻ പൗരരാണ് പിടിയിലായത്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ദമാമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മാതാപിതാക്കൾ രംഗത്തെത്തിയതോടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അനിശ്ചിതത്വത്തിൽ. കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശി റിനോൾഡ് കിരണിന്റെ മൃതദേഹമാണ് നടപടികൾ പൂർത്തിയായിട്ടും മോർച്ചറിയിൽ കഴിയുന്നത്.